ദാ വീണ്ടും ഒരു ശനിയും ഞായറും അല്ലേ. ഒരാഴ്ചയ്ക്ക് എന്ത് പെട്ടെന്നല്ലേ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അയാനും അമ്മയ്ക്ക് സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് പിന്നെ വളരെ റിലാക്സ് ചെയ്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം പിന്നെ പറയണ്ടല്ലോ, 8:15 എങ്ങനെയാണെന്ന് പോലും ഞാൻ അറിയാറില്ല. പഠിത്തമില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബൂരിയും കിഴങ്ങുമാണ്. അപ്പോൾ ബൂരിക്ക് കുഴച്ച് വെച്ചപ്പോഴാണ് ഓർത്തത്, അയ്യോ മസാല ഇന്നലെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തു. ബൂരിക്ക് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴേ മൈദാമാവിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ റവയും കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് കുഴച്ച് വെക്കണം. ഉണ്ടാക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ബൂരിയായിട്ട് വരുവേ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഇതാ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് കുറച്ച് കൂടുതൽ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചാണേ. അങ്ങനെ പിച്ചാത്തി ഉപയോഗിച്ച് തൊലിയെല്ലാം കളയാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ഞാൻ ലാസ്റ്റ് അത് മാറ്റി വെച്ചിട്ട് പീലർ ഉപയോഗിച്ചാണ് കേട്ടോ കളഞ്ഞത്. പീലർ വെച്ച് നല്ല എളുപ്പത്തിൽ കളയാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു സവാളയും കുറച്ച് പച്ചമുളക്, കുറച്ച് എരിവ് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ 2-3 ക്യാരറ്റും ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നിർബന്ധമില്ല, പിന്നെ ഉള്ളത് കൊണ്ട് ഞാൻ 2-3 എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റ് ഒരുപാട് വന്നാൽ മതിരിക്കും, അതുകൊണ്ട് കുറച്ച് മതി. അങ്ങനെ ഇനിയെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നല്ല ക്യൂബ്സ് ആയിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇന്ന് ഞാൻ നമ്മുടെ പുതിയ കുക്കറിലാണ് കേട്ടോ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ കുക്കറൊക്കെ ഒന്ന് എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു അബദ്ധം പറ്റി കുക്കർ നിറഞ്ഞു പോയി കേട്ടോ. പിന്നെ എനിക്ക് പേടിയായിപ്പോയി, ഇനി കുക്കറെങ്ങാനും പൊട്ടിത്തെറിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ വലിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് ആക്കി കേട്ടോ. എന്നിട്ട് ആ കിഴങ്ങിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാ ഇതുപോലെ ഒന്ന് കുടഞ്ഞാൽ മതി കേട്ടോ. വെറുതെ സ്പൂണൊക്കെ ഇട്ടിളക്കി കഷ്ടപ്പെടണ്ടല്ലോ. എന്നിട്ട് നമുക്ക് വിസിലടിക്കാൻ വെക്കാം. അപ്പോഴത്തേക്കിന് അയാന് ചോക്കോസ് വേണമെന്ന് പറയും. പിന്നെ അതിന് വേണ്ടിയുള്ള പാല് തിളയ്ക്കാൻ വെച്ചു. അപ്പോഴത്തേക്കിനും ഒരു കോള് വന്നു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേനും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് പാൽ അയാൻ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി അയിമാക്ക് എടുത്ത് മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ പരാതിയാകും രാവിലെ. എന്നിട്ട് ചോക്കോസ് വിട്ട് അയാനെ അങ്ങ് പറഞ്ഞു വിട്ടു. അങ്ങനെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും തുറന്നപ്പോൾ നല്ല വെന്തിരിപ്പുണ്ടായിരുന്നു. ഇനി ഈ മസാല നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. കിഴങ്ങൊക്കെ നല്ല ഉടഞ്ഞ് ക്യാരറ്റും ഒക്കെ നല്ല ഉടഞ്ഞ് വരണം. അപ്പോഴത്തേനും നമുക്ക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കടുകും പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ. എൻ്റെ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഹൈമക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നപ്പോഴേ ബൂരിയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ നമുക്കിനി ബൂരി ഉണ്ടാക്കാം. ബൂരി ഇവിടെ ചിലർക്കൊക്കെ വിരോധമാണ്, പ്രത്യേകിച്ച് അയാൻ ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ ഇഷ്ടം. ബാക്കി എല്ലാവരും കുഴപ്പമില്ലാതെ കഴിക്കും കേട്ടോ. അയാനാണ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തത്. അങ്ങനെ ബൂരി ഞാൻ ഈ പ്രസ് ഉപയോഗിച്ചാണ് കേട്ടോ ഞെക്കിയാണ് ഇതാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പരത്തിയൊക്കെ വെറുതെ കഷ്ടപ്പെടണ്ടേ. അപ്പോൾ ബൂരി നല്ല പൊങ്ങി നല്ല കൊമ്പള പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബൂരിയും നല്ല മസാലയും അടിപൊളി. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൂരിയും കിഴങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. അപ്പോഴാണ് അയിമക്കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത പല്ല് വിളകിയെന്നും പറഞ്ഞ് കാണിക്കുവാണ് കേട്ടോ. നിങ്ങളെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ കാര്യം.